ഇനി നമ്മൾ തമ്മിൽ കാണണ്ടെന്നാണോ? പോവാൻ പറഞ്ഞ പോ. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ട്രെയിലർ പുറത്തെത്തി കഴിഞ്ഞു. നേരത്തെ ചിത്രത്തിന്റേതായി എത്തിയ എല്ലാ അപ്ഡേറ്റ്സും സിനിമാ പ്രേമികൾ വളരെ പ്രതീക്ഷയോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഹൃദയത്തിന് ശേഷം വിനീതും പ്രണവും ഒരുമിക്കുന്ന ചിത്രത്തിൽ വമ്പൻ കാസ്റ്റിംഗ് ആണ് അണിനിരക്കുന്നത്. ചെന്നൈ പശ്ചാത്തലമായി ഒരുങ്ങുന്ന ഒരു വിന്റേജ് ചിത്രമായിരിക്കും വർഷങ്ങൾക്ക് ശേഷം എന്ന സൂചനകൾ നേരത്തെ തന്നെ നമുക്ക് നൽകിയിരുന്നു. ചെന്നൈ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന വിഷയം സിനിമ എന്നതാവും. സൗത്ത് ഇന്ത്യൻ സിനിമയുടെ ഹൃദയ തുടിപ്പുകളാണ് ചെന്നൈ മുഴുവൻ. ഒരു കാലത്ത് സിനിമാക്കാരനാവാൻ എല്ലാവരും വണ്ടി കയറിയിരുന്നതും ചെന്നൈയിലേക്കായിരുന്നു. ഒരുപാട് പേര് വീഴുകയും വാഴുകയും ചെയ്ത ആ ഒരു ക്ലാസിക് കാലഘട്ടത്തിന്റെ കഥ തന്നെയാവും വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലൂടെ വിനീത് ശ്രീനിവാസൻ നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടാൻ പോകുന്നത്. ട്രെയിലർ കണ്ടപ്പോൾ ഏറ്റവും പോസിറ്റീവായി തോന്നിയ കുറച്ച് കാര്യങ്ങളിൽ ചിലത് മാത്രം പറയുകയാണ്. ഒന്നാമത്തെ പോസിറ്റീവായി തോന്നിയത് ധ്യാൻ ശ്രീനിവാസന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് ആയിരിക്കാം ചിത്രത്തിൽ വരാൻ പോകുന്നത് എന്നൊരു ഫീലായിരുന്നു. ധ്യാനിലെ നടനെ പുറത്തെടുക്കാൻ വിനീത് ശ്രീനിവാസൻ നടത്തിയ ഒരു അറ്റംപ്റ്റ് തന്നെയാവും രണ്ട് കാലഘട്ടങ്ങളിലെ ആ ഒരു കഥാപാത്രത്തെ ധ്യാൻ ശ്രീനിവാസനെ തന്നെ ഏൽപ്പിച്ചത്. ഒരുപക്ഷെ ആ കഥാപാത്രത്തിലൂടെ ആയിരിക്കാം ചിത്രത്തിന്റെ കഥ പറഞ്ഞു പോകുന്നത്. അതേപോലെ തന്നെ പ്രണവ് മോഹൻലാലിന്റെ കഥാപാത്രം ശരിക്കും ഏറെ രസിപ്പിക്കുന്ന, വളരെ എനർജി ആയിട്ടുള്ള, എന്നാൽ നിരവധി മിസ്റ്ററീസ് നിറഞ്ഞ ഒരു കഥാപാത്രം. ആ ഒരു കഥാപാത്രത്തിന്റെ കഥയായിരിക്കാം ചിത്രത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഒരുപക്ഷെ അത് ഏതെങ്കിലും ഒരു സൂപ്പർ താരത്തിന്റെ കഥയാണോ എന്നൊരു സംശയവും ഇല്ലാതില്ല. മാത്രമല്ല ലാലേട്ടന്റെ വിന്റേജ് കാലഘട്ടം ഓർമ്മപ്പെടുത്തുന്ന നിരവധി മാനറിസം പ്രണവ് മോഹൻലാൽ ചിത്രത്തിൽ സൃഷ്ടിക്കുമെന്നൊരു തോന്നലും ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ ലാലേട്ടന്റെ ഉൾപ്പെടെയുള്ള ആ കാലഘട്ടത്തിലെ വളർന്നു വന്ന ഒരുപാട് സൂപ്പർ താരങ്ങളുടെ വരവ് എങ്ങനെയായിരിക്കാം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ആയിരിക്കുമോ വർഷങ്ങൾക്ക് ശേഷം നൽകാൻ പോകുന്നത് എന്നൊരു തോന്നലും ഉണ്ടായി. ഇടയ്ക്ക് പഴയ തലൈവരുടെ ഒരു ചെറിയ ലുക്കൊക്കെ വന്നു പോകുന്നുണ്ട്. തെന്നിന്ത്യൻ സിനിമയിലെ ഒരു കാലഘട്ടത്തിന്റെ കഥയായിരിക്കാം ഒരുപക്ഷെ വിനീത് ശ്രീനിവാസൻ പറയാൻ പോകുന്നത്. അതിൽ അറിയപ്പെട്ടവരും ആരാലും അറിയപ്പെടാതെ പോയവരും അങ്ങനെ നിരവധി നടന്മാരുടെയും ഗായകരുടെയും സംവിധായകരുടെയും ഒക്കെ കഥയായിരിക്കാം വർഷങ്ങൾക്ക് ശേഷം നമുക്ക് മുമ്പിൽ നൽകാൻ പോകുന്നത്. അതിലൂടെ വിനീത് ശ്രീനിവാസന്റെ സിഗ്നേച്ചറായ മനോഹരമായ ഒരു പ്രണയ കഥയും നമുക്ക് പ്രതീക്ഷിക്കാം. പ്രണവിനും ധ്യാൻ ശ്രീനിവാസനുമൊപ്പം നിവിൻ പോളിയുടെ ശക്തമായ ഒരു കാമിയോ അപ്പിയറൻസും, ഒപ്പം കല്യാണി പ്രിയദർശൻ, അജു വർഗീസ്, ബേസിൽ ജോസഫ്, YG മഹീന്ദ്ര, നിത പിള്ള, ഷാൻ റഹ്മാൻ, നീരജ് മാധവ് തുടങ്ങി വമ്പൻ താരനിര ഒരുമിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ 11 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കാത്തിരിക്കാം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ വമ്പൻ വരവിനായി. ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കും മറ്റു വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.